ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുടി വളരാതിരിക്കാനായിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തൊക്കെ എങ്കിൽ മാത്രം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മുടി വളരാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ എണ്ണ തേക്കാറുണ്ട് അല്ലേ. പക്ഷേ എല്ലാവരും ഡയറക്റ്റ് ജസ്റ്റ് അങ്ങ് തലമുടിയിലേക്ക് അങ്ങ് എണ്ണ അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളോട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മുടി സംരക്ഷണത്തിനുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക. അപ്പം ആ മസാജ് കൊടുക്കുമ്പോഴത്തേനും അവിടെ സ്കാൽപ്പിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ നമുക്കറിയാം ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാജ് ഒന്നും ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡാൻഡ്രഫ്. നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റൂട്ട് അടഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുക, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കറിയാം ഉലുവയൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡാൻഡ്രഫിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡാൻഡ്രഫ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. പിന്നെ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും ഈ കോക്കനട്ട് ഓയിൽ ചിലപ്പോൾ കാണത്തില്ല. കാരണം നമുക്ക് ഒരുപാട് ഹെയർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഓരോരുത്തരുടെയും ഹെയർ പല ടൈപ്പിലുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ളൊരു ഹെയർ ഓയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ചെറുപുള്ളിയുടെ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുപുള്ളി ഉപയോഗിച്ച് നമ്മൾ എണ്ണ കാച്ചി അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്, നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പം അതുപോലെ തന്നെ നമുക്ക് നീലഗിരി, ബ്രഹ്മി, തുളസി, കറ്റാർവാഴ അതൊക്കെ യൂസ് ചെയ്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കോക്കനട്ട് ഓയിലിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അത്രയ്ക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു എണ്ണ കാച്ചി നമുക്ക് തന്നെ എണ്ണ കാച്ചാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ എണ്ണ കാച്ചാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ആപ്റ്റായിട്ടുള്ള ഹെയർ ഓയിലുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് സ്പ്ലിറ്റ് എൻഡ്സ്. ഇപ്പോൾ ഈവൻ എനിക്ക് പോലും സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒരു പരിധിവരെയൊക്കെ സ്പ്ലിറ്റ് എൻഡ്സ് തടയാൻ പറ്റും. എങ്കിലും നമുക്ക് ഒരുപാട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പം നമ്മൾ കൂടുതലും നമ്മൾ ഹീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഹെയറിന് നല്ലത്. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മുടി ഇങ്ങനെ പൊട്ടി പോകും. നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടായാൽ പോലും നമുക്ക് അതറിയില്ല. കാരണം നമ്മുടെ ഹെയറിൻ്റെ എൻഡ്സിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കത് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഷാംപൂസൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഹെയർ ഗ്രോത്തിനെ ബാധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മുടി കെട്ടിവെക്കാതെ ഉറങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മുടി നമ്മുടെ തുമ്പ് ഇപ്പോൾ ഞാൻ സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ തുമ്പ് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോകും. അത് സ്പ്ലിറ്റ് എൻഡ്സിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുടി നന്നായിട്ട് പിന്നി കെട്ടി വെക്കുക എന്നുള്ളതാണ്. മിക്ക ആൾക്കാരും അതങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. മുടി നന്നായിട്ട് നനഞ്ഞ മുടിയാണെങ്കിൽ ഒരിക്കലും കെട്ടി വെക്കരുത്, അതങ്ങനെ ഇടുക. ഉണങ്ങിയ നമ്മൾ മുടി കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഉണക്കി എടുത്തിട്ട് അത് മുടി പിന്നി കെട്ടി വെക്കുന്നതായിരിക്കും വളരെ നല്ലത്. പിന്നെ മിക്ക ആൾക്കാരും ഈ ട്രാവലിംഗ് ഒക്കെ, അതായത് നമ്മൾ ദീർഘദൂര യാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് മിക്ക ആൾക്കാരും മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കും. പക്ഷെ നമ്മൾ മുടി ഒരിക്കലും അങ്ങനെ അഴിച്ചിട്ടരുത്. അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പൊടിപടലങ്ങളൊക്കെ നമ്മുടെ റോഡിലും എല്ലാം ഉണ്ടായിരിക്കും. ആ പൊടിപടലങ്ങളെല്ലാം നമ്മുടെ ഹെയറിൽ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സും മുടി ഇങ്ങനെ ചുമ്മാ കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ കാറ്റിങ്ങനെ അടിച്ചടിച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കര റഫായി
പോകാറൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഇതുപോലെ ഞാൻ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കെട്ടിവെക്കാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ മുടി എപ്പോഴും പിന്നെ കെട്ടിവെക്കുക. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ മുടിയുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ട് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മുടി കെട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരാതിരിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഈ തണുപ്പ് ചെല്ലുന്ന സമയത്ത് മുടി ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് ഈ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. അപ്പം എല്ലാവരും തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സമയം കിട്ടുന്നത് പോലെ അനുസരിച്ചിട്ട് നമ്മൾ ഹെന്നയൊക്കെ ഒന്ന് ഹെയർ അപ്ലൈ ചെയ്യുക, വളരെ നല്ലതായിരിക്കും മുടി വളരാനായിട്ട്. അപ്പോൾ മുടി വളരാതിരിക്കാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാനാണ് പാട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.